അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായി മലയാളിയായ അർജുൻ അദ്ദേഹത്തിന്റെ ലോറിയോടൊപ്പം കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽ ജീവനോടെ കാത്തിരിക്കുകയാണ്. ജീവന് വേണ്ടിയുള്ള പിടച്ചിൽ ഇന്നേക്ക് 4-ാം ദിവസം തുടരുന്നു. 3 ദിവസമായി അർജുനെ പുറത്തെടുക്കാനും പ്രതീക്ഷിച്ച് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അർജുന്റെ സഹോദരനും ബന്ധുക്കളും. ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ഉള്ളിൽ കുടുങ്ങിയ ഭാരത് ബെൻസ് ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മിസ്ഡ് കോൾ വന്നിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ ആരെങ്കിലും വരുന്നതും കാത്ത് ജീവനോടെ അർജുൻ വണ്ടിയിൽ തന്നെയുണ്ട് എന്നതാണ്. ഭാര്യയും മാസങ്ങൾ പ്രായമായ കുഞ്ഞും അമ്മയും കൂടെ ഒരു ജനതയും കാത്തിരിക്കുകയാണ് ആ സഹോദരന്റെ തിരിച്ചുവരവിനായി. ആ പ്രിയപ്പെട്ട അർജുൻ എന്ന് പറയുന്ന ആ സഹോദരന് ഈ നിമിഷങ്ങളെ അതിജീവിക്കാനും അപകടമൊന്നും സംഭവിക്കാതെ തിരിച്ചുവരാനും കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലുടനീളം അതിശക്തമായ മഴയാണ്. ഈ ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഗതാഗത തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയങ്ങളിൽ വളരെ അപകടം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്രമായ മഴയും മണ്ണിടിച്ചിലും പെട്ടെന്നൊക്കെ രൂപപ്പെടുന്ന കുഴികളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ തോരാത്ത മഴയുള്ള രാത്രികാലങ്ങളിൽ കഴിയുന്നതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനം ഇനി അഥവാ ഓടിക്കുന്നവർ കൃത്യമായി അറിയുന്ന സ്ഥലങ്ങളിൽ മാത്രം വണ്ടികൾ നിർത്തുക. വലിയ മരങ്ങൾക്കരികിലും മതിൽ, പുഴ, തോട് തുടങ്ങിയ ഇടിയാൻ സാധ്യതയുള്ള ഇടങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. പോകുന്ന സ്ഥലങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും കണ്ണൂരിൽ ഒരു മദ്രസ വിദ്യാർത്ഥി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതോടൊപ്പം മറ്റൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി കേൾക്കാനിടയായി. നമുക്കറിയാം, ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പാണ് കുവൈറ്റിൽ ഒരു ബിൽഡിംഗിൽ വലിയ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിനെ തുടർന്ന് ഇന്ത്യക്കാരടക്കം നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ വരെ മരണപ്പെടുകയുണ്ടായി. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ കുവൈറ്റിൽ തീപിടിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ 4 പേർ പുക ശ്വസിച്ചുകൊണ്ട് മരണമടഞ്ഞു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. കുവൈറ്റിൽ മലയാളികൾ ഏറ്റവും അധികം തിങ്ങിത്താമസിക്കുന്ന അബ്ബാസിയയിലെ ബിൽഡിംഗിലെ 2-ാം നിലയിൽ ജൂലൈ 19 വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടത് തിരുവല്ല നീരേറ്റുപുരം സ്വദേശികളായ ശ്രീ മാത്യുവും ഭാര്യ ലിനി എബ്രഹാമും ഇവരുടെ 2 മക്കളുമായിരുന്നു. തീപിടുത്തത്തിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചുകൊണ്ടാണ് ഈ കുടുംബം മരണമടഞ്ഞത്. അവധിക്ക് നാട്ടിൽ പോയ ശേഷം ജൂലൈ 19 വെള്ളിയാഴ്ചയാണ് ഇവർ നാട്ടിൽ നിന്നും മടങ്ങി വന്നത്. AC-യിൽ നിന്നുമാണ് തീ പറന്നത് എന്നാണ് കരുതുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.